വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ക്രെഡിറ്റ് ആർക്കാന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്നത് പിന്നല്ലാതെ 2015 കല്ലിട്ട് ശേഷം 2016 പണി തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടിക്കും പങ്കുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും ഈ സമയത്താണല്ലോ പണി തീരുന്നത്. അതിപ്പോൾ 10 കൊല്ലം എടുത്തെങ്കിൽ പോലും അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി. കല്ല് തമിഴ്നാട്ടിൽ നിന്ന് വരെ കരിങ്കല്ലും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഗവൺമെൻറ് കുറ്റം പറയാം? ഇപ്പോഴെങ്കിലും തീർന്നല്ലോ. LDF സമ്മതിച്ചാൽ പറ്റും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? നമ്മളെ LDF സർക്കാരിന്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? നമ്മുടെ പിണറായി വിജയനും. LDF ഗവൺമെന്റ്. അതെ അതെ. തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. കേരള സർക്കാർ. സർക്കാര് കംപ്ലീറ്റ് പൈസ ഇടപാട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് കൊടുക്കണം. പക്ഷേ ആദ്യം ഉമ്മൻചാണ്ടി സാറാണ് തുടങ്ങാൻ വെച്ചത്. രണ്ടാമത്തെ രീതിക്ക് നോക്കുകയാണെങ്കിൽ പിണറായി സർക്കാർ 2 വർഷം കൊണ്ട് 2 ടേംസ് കൊണ്ടുകൊണ്ട് പിണറായി സർക്കാരിനാണ് അതിന്റെ ക്രെഡിറ്റ്. എല്ലാ സർക്കാരുകൾക്കും ഇതിനു മുമ്പ് സർക്കാരുകൾക്ക് ശ്രമിച്ചാണ് അത് വന്നത്. അപ്പോൾ ഏറ്റവും അവസാനം എന്നുള്ള ഗവൺമെൻറ് ഇതാണ്. ഈ ഗവൺമെൻറ്റാണ് അത് പണി പൂർത്തിയാക്കിയത്. അപ്പോൾ ആ നിലയ്ക്ക് കുറച്ച് ക്രെഡിറ്റ് ഇവർക്കാണ് കൊടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് പോകേണ്ടത്? അതിലെന്താ സംശയമുള്ളത്? നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ പ്രത്യേക ആർക്കും ക്രെഡിറ്റ് ഇല്ല. ഇത് ജനങ്ങളുടെ പദ്ധതിയാണ്. ഒരു 70 വർഷത്തിന് മുകളിലായി ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട്. രാജാവിൻ്റെ കാലത്തും ഇവരാലോചിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ ജനാധിപത്യ ഭരണം വന്നു. ഇങ്ങനെ കരുണാകരൻ്റെ കാലം മുതൽ ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാവരും പരിശ്രമിച്ചു. ഇപ്പോഴത് കിട്ടി. അപ്പോൾ ഇല്ല ചെയ്ത എല്ലാവർക്കും നന്ദി. ജനങ്ങളുടെ പദ്ധതിയാണ്.